അമ്മുക്കുട്ടി ഒരുങ്ങുന്നത് പള്ളിയിൽ പോകാനായിട്ടാണ് കേട്ടോ. അമ്മുക്കുട്ടി 8 നോയമ്പിൻ്റെ സുവിശേഷ കൊണ്ടിട്ട് ഞങ്ങൾക്ക് വൈകുന്നേരം. അപ്പോൾ പള്ളിയിൽ നിന്ന് ബസ് വരും. അങ്ങനെ ബസ്സിന് പോയിട്ട് തിരിച്ച് കഴിയുമ്പോൾ പള്ളിയിൽ നിന്ന് തന്നെ ബസ്സിൽ കൊണ്ടുവിടും കേട്ടോ. അപ്പോൾ പോകാനായിട്ട് റെഡിയാവും. അവൾ എൻ്റെ കൂടെ വരത്തുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കണം. അപ്പച്ചൻ ഇൻസുലിൻ എടുക്കേണ്ട കാരണം ഞാൻ താമസിച്ചേ പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മുക്കുട്ടീനെ ഒരു വിധത്തിൽ സോപ്പിട്ടിട്ട് ഞാൻ റെഡിയാക്കി ഇരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാവേ. കുറേ ദിവസമായിട്ടോ ഞാനിത് കാണിച്ചു തരണമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ ഇതുവരെയും സമയം പറ്റിയില്ല കേട്ടോ. ഇത് ശരിക്കും കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ലേ, കാരണം നല്ല വെട്ടമൊന്നും അങ്ങോട്ട് ശരിക്കും കിട്ടുന്നില്ല കേട്ടോ. കലവും കറുത്തിരിക്കുന്നു, അതിനുള്ളിലെ സാധനവും കറുത്തിരിക്കുന്നു. എന്തെന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ കരിനെല്ലിക്കയായിട്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 40 ദിവസമായിട്ട് ഇത് ഉണ്ടാക്കിയിട്ട്. അങ്ങനെ മക്കളെല്ലാവരും പോകാനായിട്ട് റെഡി ആയിട്ടോ. എൽദോസും ബേസിലും എൽനയും അമ്മുക്കുട്ടിനൊക്കെ നിൽക്കണം. അമ്മുക്കുട്ടിക്ക് വാശി കേട്ടോ എൻ്റെ കൂടെ വരത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവൾ ഓടി വരും കേട്ടോ എൻ്റെ അടുത്തേക്ക്, ഞാൻ അമ്മയുടെ വരുന്നുള്ളതെന്നും പറഞ്ഞ്. അങ്ങനെ ഒരു വിധത്തിൽ രണ്ടുപേരെയും സമാധാനിപ്പിച്ചു കേട്ടോ. ചെറുക്കനും എൻ്റെ കൂടെ വരത്തുള്ളൂ പറഞ്ഞ് മുഖം വീർപ്പിച്ചേക്കാണേ. അപ്പോൾ അങ്ങനെ എനിക്ക് ടാറ്റ എന്നുകൊണ്ടിരിക്കുക കേട്ടോ. പക്ഷേ ആൾക്കാർക്ക് പോകാനും വയ്യ. അങ്ങനെ എല്ലാവരും പറഞ്ഞു വിട്ടു കേട്ടോ. എല്ലാവരും കൂടി പോവാണ്. റോഡിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് 6 മണിയാകുമ്പോഴത്തേക്ക് ബസ് വരുവേ. അങ്ങനെ ബസ്സിന് പോകാൻ പറ്റും കേട്ടോ. ആൾക്കാർക്കൊന്നും പോകാൻ മനസ്സില്ല കേട്ടോ. ഞാൻ ചെല്ലാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഇടയിൽ ഞാനെൻ്റെ ഡ്രസ്സൊന്ന് തേക്കുകയാണേ. എനിക്ക് ഇട്ടുകൊണ്ട് പോകാനുള്ള ചുരിദാർ തേച്ചെടുക്കുക കേട്ടോ. അങ്ങനെ എനിക്ക് ഇങ്ങനെ കുനിഞ്ഞ് നിന്നിട്ട് തേക്കാൻ പറ്റാത്തത് കാരണം ഞാൻ കസര ഇട്ടിട്ട് ഇരുന്നാണ് എനിക്ക് തേക്കുന്നത്. കാരണം ഇന്നലെയൊക്കെ എനിക്ക് നല്ല നടുവേദനയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുളിച്ച് റെഡി ആയിട്ടുണ്ടേ. അങ്ങനെ ഒന്ന് ഒരുങ്ങുക, കമലൊക്കെ ഇട്ട് ഒരുങ്ങുകയാണ്. അച്ഛൻ വരും കേട്ടോ എന്നെ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരുങ്ങിയിരുന്ന് കഴിഞ്ഞാൽ അപ്പച്ചനെ ഇൻസുലിനും കൂടി എടുത്ത് കഴിയുമ്പോൾ എനിക്ക് പോകാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ റെഡി ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ അച്ഛൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് പോകാം. അപ്പോൾ നമ്മുടെ